ഒരു ക്രിക്കറ്റ് മാച്ച് ആകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അത് തർക്കങ്ങൾക്ക് ഇടയാക്കും. പിന്നീട് അമ്പയർ വന്നത് പിടിച്ചു മാറ്റും. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ മാച്ചിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കളിക്കാരെ എടുക്കാറ്. എന്നാൽ ചില താരങ്ങൾ അങ്ങനെയല്ല, അവരത് വൈരാഗ്യം വെച്ച് പെരുമാറും. ഇക്കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് ഓസ്ട്രേലിയയാണ്. ഓസീസിനെ എങ്ങനെയെങ്കിലും കളി ജയിച്ചാൽ മതി. എന്തുവിധ ചതിപ്രയോഗമായാലും അവരത് നേരിടും. അവർക്ക് ചതിച്ചിട്ടായാലും കളി ജയിക്കണം. ഇപ്പോഴത്തെ ഇന്നത്തെ മാച്ചിൽ സിറാജും ലബുഷനും തമ്മിൽ തല്ലായിരിക്കുകയാണ്. കോഹ്ലിയും ഇടപെട്ടിരിക്കുകയാണ്. ഇത്തവണയും ഓസ്ട്രേലിയ ചതിപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 150 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ എല്ലാവരും വിഷമിച്ചു. എന്നാൽ ഇന്ത്യ അടിക്ക് തിരിച്ചടി കൊടുത്തു. ഓസീസിന്റെ 7 വിക്കറ്റാണ് 60 റൺസിൽ ഇന്ത്യ നേടിയിരിക്കുന്നത്. ബുംറയുടെ ബൗളിംഗിൽ ഓസീസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ വിക്കറ്റ് ചറപറ പോവുകയാണ്. ഇതുകൊണ്ട് ഓസ്ട്രേലിയൻ ടീമിന് ദേഷ്യമുണ്ടായിരുന്നു. അവരുടെ കളിക്കാരെ ചതിയിലൂടെ കളി ജയിക്കാനാണ് നോക്കിയത്. ഇന്ന് സിറാജ് ബൗൾ ചെയ്യാൻ വന്നപ്പോഴാണ് ആ സംഭവം നടന്നത്. ഓസീസിന്റെ ബാറ്റ്സ്മാൻ മാറസ് ലബുഷേൻ ആയിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. സിറാജ് എറിഞ്ഞ ബോള് മാറസ് ലബുഷേൻ മുട്ടി. പന്ത് സ്റ്റമ്പിന്റെ അവിടെ വീണു. എന്നാൽ ലബുഷേൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. താരം റൺസിന് വേണ്ടി ഓടാൻ ശ്രമിച്ചു. എന്നാൽ പന്ത് ക്രീസിന്റെ പുറത്താണെന്ന് അറിഞ്ഞ് ലബുഷേൻ തിരിച്ചു വന്നു. ഈ സമയത്ത് സിറാജ് ഓടിപ്പോയി ആ പന്ത് കൊണ്ട് സ്റ്റമ്പിൽ കൊള്ളിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ലബുഷേൻ പന്ത് പെട്ടെന്ന് തട്ടിയത്. സാധാരണ സ്റ്റമ്പിലേക്ക് വരുന്ന ബോളുകൾ മാത്രമേ തട്ടാൻ അനുവാദമുള്ളൂ. ഗ്രൗണ്ടിൽ വെറുതെ കിടക്കുന്ന ബോളാണ് ലബുഷേൻ തട്ടിമാറ്റിയത്. ഇത് കണ്ട് സിറാജിന് ചൂടായി. സിറാജ് ലബുഷേനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഉടനെ തന്നെ കോഹ്ലിയും ഇടപെട്ടു. പിന്നീട് ലബുഷേൻ കോഹ്ലിയുമായിട്ട് തട്ടിക്കയറി. ശേഷം അമ്പയർ വന്നിട്ടാണ് പിടിച്ചു മാറ്റിയത്. ഓസീസിന് എത്ര ചതി ചെയ്താലും കളി ജയിക്കണം, അത് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.